ഇന്ത്യയിൽ ആക്രമണത്തിന് പദ്ധതിയിട്ട 4 IS ഭീകരരെ പിടികൂടി ഭീകരവിരുദ്ധ സ്ക്വാഡ്. ഗുജറാത്ത് ATS ആണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ഭീകരരെ പിടികൂടിയത്. ഇവരെ ചോദ്യം ചെയ്യുകയാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായുണ്ട്. അർജുൻ, ഇവർ എങ്ങനെയാണ് ATSന് പിടിയിലാകുന്നത്? അക്ഷയ, ഇവർ ചെന്നൈയിൽ നിന്നും ശ്രീലങ്കൻ സ്വദേശികളാണ്. ഇവർ ചെന്നൈ വഴിയാണ് അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തേക്ക് എത്തിയത്. ഇവരൊരു അന്താരാഷ്ട്ര അദൃശ്യ ഡീലറിൻ്റെ സന്ദേശം ലഭിക്കാനായി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ATSന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇന്ത്യയിൽ ഒരു സ്ഥലത്തോ അതിൽ കൂടുതലോ ഇടങ്ങളിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട സന്ദേശം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിനിടയിലാണ് ഇവരെ ഈ 4 പേരെയും പിടികൂടുന്നത്. പ്രത്യേകിച്ചും ഇവർക്ക് മറ്റു ചില ഇടത്തു നിന്നും ആയുധങ്ങളടക്കം ലഭിക്കുമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി നിലവിൽ ATS പറയുന്നുണ്ട്. ഈ IPLൻ്റെ ആദ്യ ക്വാളിഫയറും അതുപോലെ തന്നെ എലിമിനേറ്ററും നടക്കുന്നത് അഹമ്മദാബാദിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള അന്വേഷണങ്ങളും തിരച്ചിലും പല കാര്യങ്ങളും എല്ലാം തന്നെ ഗുജറാത്തും അഹമ്മദാബാദും കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഒരു സീക്രട്ട് ഇൻഫർമേഷൻ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയതിന് പിന്നാലെയാണ് ഈ 4 പേരും പിടിയിലാവുന്നത്. നിലവിൽ ഇവരെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഡീലറിൻ്റെ വിവരത്തെ തുടർന്ന്, അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ സന്ദേശത്തെ തുടർന്നാണ് ഇവർ അഹമ്മദാബാദിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ ഈ 4 പേരുടെ മൊബൈലിൽ നിന്നും ചില എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള സന്ദേശങ്ങൾ ATS പിടിച്ചെടുത്തുണ്ട്. അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്താണ് ആ വിവരം എന്നുള്ള കാര്യം കൂടി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ അഹമ്മദാബാദ് ATS എന്തായാലും ഇന്ത്യയിൽ ഒന്നിൽ കൂടുതൽ ഇടങ്ങളിൽ ആക്രമണത്തിൽ പദ്ധതിയിട്ടവരാണ് ഈ 4 പേരും. എവിടേക്കാണ് ഇവർ പോകുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഭീകരരുടെ ലക്ഷ്യം എന്തായിരുന്നു, അവർ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ, അതിനെ പറ്റിയൊക്കെ എന്തായാലും ചോദ്യം ചെയ്യുകയാണെന്ന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുക. അർജുൻ.